രാജ്യം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നും വിമർശനങ്ങളുയരുന്നു. അപ്പോഴാണ് ഇത്തരം അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അതിനെയൊക്കെ റദ്ദു ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കാന്തപുരം നടത്തുന്നത്. കാന്തപുരം എന്നുള്ളത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കേരളത്തിലെ ഒരു വിഭാഗം, കേരളത്തിലെ 2 സമസ്തകളിലെ ഒരു വിഭാഗം സമസ്തയെ, അഥവാ ഔദ്യോഗിക സമസ്തയെ മറികടന്നുകൊണ്ട് മറ്റൊരു സമാന്തരമായ സമസ്തയുണ്ടാക്കി ആ ഒരു വിഭാഗത്തെയാണ് അദ്ദേഹം നയിക്കുന്നതും ആ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ്. ഇന്ത്യയിലെ 25 കോടിയോളം മുസ്ലിങ്ങളുടെ നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഗ്രാൻഡ് മുഫ്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ആ ഗ്രാൻഡ് മുഫ്തി പദവി ആരാണ് നൽകിയത്? സ്വയം ഏറ്റെടുത്ത പദവിയാണോ? അല്ലെങ്കിൽ ഈ AP വിഭാഗം തന്നെ അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തി ആക്കിയതാണോ? അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണോ അദ്ദേഹത്തിന് ഗ്രാൻഡ് മുഫ്തി പദവി നൽകിയത് എന്നതാണ്. ഈ സംഘപരിവാർ ഹാൻഡിലുകൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രചരണം എന്നുള്ളത് അതെങ്ങനെയാണ്? അത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ പരമോന്നതനായ മുസ്ലിം നേതാവ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ലെന്ന് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പോൾ കാന്തപുരം നടത്തിയ ഈ പ്രസ്താവനയുടെ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാലത്തും ഭരണകൂടങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് കാന്തപുരം എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായ നടപടിയാണ്. ആ സന്ദർശനങ്ങളെക്കാളപ്പുറം ഈ നടത്തുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ, അതിൽ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 17-ന് മറ്റൊരു മഹാപണ്ഡിതൻ്റെ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹാപണ്ഡിതൻ്റെ ഒരു രക്തസാക്ഷി വാർഷികമായിരുന്നു. മലബാറിലെ അധിനിവേശ പോരാട്ടങ്ങൾക്കെതിരെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര പോരാളി, മലബാറിലെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മലബാറിൽ ചെറുക്കുന്നതിൽ നിന്നും മലബാറിൽ അതിനെതിരെ പൊരുതുന്നതിൽ